എന്നിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനില്ലെങ്കിലും എനിക്ക് നിങ്ങളോട് ചോദിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. കമലയുടെ ഉറച്ച ശബ്ദം കേട്ട് മാലതിയും രേണുകയും ഗോവിന്ദനും വസുദേവനും ശോഭയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഒടുവിൽ ചളിപ്പ് മാറാനായി വസുദേവൻ തന്നെ ഇടപെട്ടു. കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതാവട്ടെ, അല്ലേ? നമുക്കകത്തേക്കിരിക്കാം. വസുദേവൻ അതിഥികളെ കൂട്ടി ഡൈനിങ്ങിലേക്ക് പോയി. ശോഭനെ എല്ലാവർക്കും കുടിക്കാനായി ചായയും കഴിക്കാൻ പലഹാരവും എടുത്തു വെച്ചു. തേജുവിൻ്റെ അടുത്തുള്ള കസേരയിൽ കമല ഇരുന്നു. തേജസ്സിന് ഇതിനു മുൻപ് എന്നെ അറിയാമോ? തേജു മുഖമുയർത്തി കമലയെ നോക്കി. ഇല്ല, ഞാൻ ഇന്നാണ് തന്നെ കാണുന്നത്. എന്നിട്ടാണോ മിസ്റ്റർ നിങ്ങൾക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലെന്ന് പറഞ്ഞത്? ആദ്യമായി കാണുന്ന ഒരാളെ, പരസ്പരം കണ്ടിട്ടില്ലാത്ത, മനസ്സിലാക്കാത്ത ഒരാളെ എങ്ങനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ കഴിയും? തേജു ദേഷ്യം കൊണ്ട് വിറച്ചു. നീ ആരാണെന്നാ നിന്റെ വിചാരം? മിണ്ടാതിരിക്കുമ്പോൾ തലയിൽ കയറുന്നോ? അച്ചമ്മയുടെ ഒറ്റ നിർബന്ധത്തിന് വന്നതാണ് ഇവിടെ, അല്ലാതെ നിന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് വന്നൊന്നും അല്ല ഞാൻ. കേട്ടോടി? ഡോ, താൻ ആരെയാ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നേ? ഈ കമല ആരാണെന്ന് തനിക്ക് അറിയില്ല. ഇതുവരെ അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ മനസ്സിലായി നീ വേറെ ഉടായിപ്പാണെന്ന്. ഇത്രയും സംസാരിച്ചപ്പോൾ അല്ലേ മനസ്സിലായത് തന്നെ ലോക്കലാണെന്ന്. തേജുവും വിട്ടുകൊടുത്തില്ല. ഛേ, താൻ ആള് മോശമല്ലല്ലോ. കോട്ടും സൂട്ടും ഇട്ട് പക്കാ ലോക്കൽ. തന്നെ പോലെ ഒരുത്തനെ എനിക്ക് വേണ്ട. മത്തങ്ങ പോലെയുള്ള കണ്ണും വളഞ്ഞ മൂക്കും തൻ്റെ കറപറ ശബ്ദവും എല്ലാം കൂടി താനാകെ ഫ്ലോപ്പാണിടോ. എടി, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് മറന്നു പോകുന്നു. തന്നെ എനിക്ക് വേണ്ടടോ, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഞാനിത് എല്ലാവരോടും പറയട്ടെ, തനിക്ക് പെണ്ണ് കിട്ടാതെ കെട്ടാ ചരക്കായി താൻ നിന്നു പോകത്തേ ഉള്ളൂ. അതും പറഞ്ഞ് കമല റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തേജസ് അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി. എന്നെ ഇത്രയൊക്കെ അപമാനിച്ചിട്ട് നീ അങ്ങ് പോയാലോ? അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈത്തണ്ട അമർന്നിരിക്കുന്ന തൻ്റെ കൈക്ക് വല്ലാത്ത വേദന തോന്നി കമലയ്ക്ക്. കാണണോ നിനക്കെൻ്റെ കരുത്ത് എന്താണെന്ന്? ഈ തേജസ് ആരാണെന്ന് നിന്നെ ഞാൻ അറിയിക്കും. അതിന് എൻ്റെ താലി ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടും. അച്ചമ്മ വരുന്നത് കണ്ട് തേജു അവളുടെ കൈ വിടുവിച്ചു. ഒന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ 2 പേരാണ്. ഇപ്പോൾ എത്ര നേരമായി? ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തു. ജാതകങ്ങൾ ഒത്തുനോക്കിയതിൽ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് ഉറപ്പിച്ചു. അല്ല മുത്തശ്ശി? ഇല്ല തേജു, ഇത് നടക്കും. കണ്ടോ, ഞാൻ പറഞ്ഞാൽ എൻ്റെ കുട്ടി കേൾക്കും. അത്രയ്ക്ക് ജീവനാണ് അവൻ എന്നെ. തേജസ്സിന് പിന്നെ മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. ആദ്യമൊക്കെ എതിർപ്പ് പറഞ്ഞെങ്കിലും മോളും ഞങ്ങളെ എതിർത്ത് ഇന്നുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ആര് പറഞ്ഞു എനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന്? എടുത്തടിച്ചതുപോലെയുള്ള അവളുടെ ചോദ്യം കേട്ട് വാസുദേവന്റെ തല താണു. ശോഭനയും അതിഥികളുടെ മുന്നിൽ നിന്നും അപമാനിക്കപ്പെട്ട പോലെ മുഖം താഴ്ത്തി നിന്നു. അതുകണ്ട് കമലയുടെ മനസ്സ് നേറി. പക്ഷെ അവളത് പുറമേ കാണിച്ചില്ല. മോളി ചെയ്തത് ശരിയായില്ല. അച്ഛനും അമ്മയ്ക്കും എത്ര സങ്കടമായിട്ടുണ്ടാകും. അവരെ ഈ വിധം അപമാനിക്കരുതായിരുന്നു. പെൺമക്കൾ വളർന്നു വലുതാകുമ്പോൾ അവരെ വിശ്വസിച്ച് ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കും വരെ നെഞ്ചിൽ തീയാണ് ഓരോ അച്ഛനമ്മമാർക്കും. അവരും അതേ ചെയ്തുള്ളൂ. ഞങ്ങൾക്ക് നിന്നെ കണ്ടിഷ്ടമായി, അതാണ് ആലോചനയുമായി വന്നത്. മോൾക്കിഷ്ടമായില്ലെങ്കിൽ അത് കുഴപ്പമില്ല. അതിൻ്റെ പേരിൽ ആ പാവങ്ങളെ വെറുതെ വിഷമിപ്പിക്കേണ്ട. ഞങ്ങൾ പോയേക്കാം. ഗോവിന്ദ, മാലതി, ഇറങ്ങാം. അങ്ങനെ പോയാലോ അച്ഛമ്മേ? എൻ്റെ അച്ഛനും അമ്മയും ഞാൻ കാരണം സങ്കടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. കാരണം ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തമെന്ന് പറയാൻ അവർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 3 വയസ്സിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടു പോയപ്പോൾ ഞാൻ അനാഥ ആയേനെ. അങ്ങനെയുള്ള എന്നെ ഈ നിമിഷം വരെ സ്നേഹിച്ച് വളർത്തിയ അവരോട് ഞാൻ ചെയ്യുന്ന ക്രൂരതയാകും. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് കമല അകത്തേക്ക് പോയി. വസുദേവനും ശോഭനയും തളർച്ചയോടെ കസേരയിലിരുന്നു. രേണുക അവരുടെ അടുത്തേക്ക് വന്നു. ഇത്രയും വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അവൾ നിങ്ങളെ മനസ്സിലാക്കുന്ന മകളാണ്. നിങ്ങൾക്കതിൽ അഭിമാനിക്കാം. ഞങ്ങൾക്ക് ഈ വിവാഹാലോചനയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഞങ്ങൾക്ക് സമ്മതമാണ്. എല്ലാ പേരും സന്തോഷത്തോടെ പിരിഞ്ഞു. ഇറങ്ങാൻ നേരം കമല ബാൽക്കണിയിൽ നിന്നും എത്തി നോക്കുമ്പോൾ കൃത്യമായി തേജസ് കണ്ടു. ഓരോന്നോർത്ത് തേജു അവൾക്കടുത്തായി കിടന്നു. എന്തിനാടി ഉള്ളിൽ നിറയെ എന്നോടുള്ള സ്നേഹം വെച്ച് നീ പുറമെ വെറുപ്പ് അഭിനയിക്കുന്നത്? നമ്മൾ തമ്മിൽ ആദ്യമായി കാണുന്നത് അന്ന് പെണ്ണ് കാണൽ ചടങ്ങിൽ വെച്ചാണോ? നിനക്കെന്നെ അറിയില്ലേ? എന്തായാലും ഞാൻ ആരോടും ഒന്നും പറയില്ല. നീയായിട്ട് പറയുമ്പോൾ എല്ലാവരും അറിഞ്ഞാൽ മതി. ഒരു പില്ലോ എടുത്ത് ഇരുവർക്കും ഇടയിൽ ഒരു മതിൽ തീർത്തു തേജസ്. ബെഡ് ലാമ്പ് കൈയെത്തിച്ചണച്ച് തിരിഞ്ഞു കിടന്നുറങ്ങി. മുറിയിൽ ഇരുൾ നിറഞ്ഞതും കമല കണ്ണു തുറന്നു. ആ ഇരുളിലും അവളുടെ കൺമുന്നിൽ പഴയ ചിത്രങ്ങൾ മിഴിവോടെ തെളിഞ്ഞു നിന്നു.
തേജസ് വർമ്മയെ താൻ ആദ്യമായാണോ കാണുന്നത്? പെട്ടെന്ന് അവൾക്കുള്ള മറുപടിയും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അവളുടെ ഓർമ്മകൾ ആ പഴയ സംഭവങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടു. യൂത്ത് ബിസിനസ് ഐക്കോൺസിൻ്റെ ഒരു മീറ്റിംഗ് മുംബൈയിൽ വെച്ച് സംഘടിപ്പിച്ചു. അതിൽ പങ്കെടുക്കാൻ തനിക്കും ക്ഷണം കിട്ടി. ഹോട്ടൽ സൗത്ത് പാർക്കിൽ ചെന്നിറങ്ങുമ്പോൾ അഭിമാനമായിരുന്നു അങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ. റിസപ്ഷനിൽ ചെന്ന് പേര് പറയുമ്പോൾ തന്നെ റൂമിൻ്റെ കീ കയ്യിൽ തന്നു. കീയുമായി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആരുമായോ കൂട്ടിമുട്ടി. നിലത്ത് വീണ കീ കയ്യിലെടുത്ത് തന്നു. ഒരു സോഡ് കൂടി പറയുമ്പോഴാണ് ആളെ മനസ്സിലായത്. കമലയല്ലേ? എടോ, താൻ എന്നെ മറന്നോ? ഞാൻ ഫ്രെഡി. നമ്മൾ +2 ഒരുമിച്ചായിരുന്നു. യെസ്, കമല ചിരിയോടുകൂടി ഓർത്തു. ഞാനിവിടെ ഒരു ബിസിനസ് മീറ്റിൽ പങ്കെടുക്കാൻ വന്നതാണ്. താനെന്താ ഇവിടെ? ഞാനും അതിന് തന്നെ വന്നതാണ്. ഓ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഞാൻ അത്യാവശ്യമായി പുറത്തേക്ക് പോവുകയാണ്. നമുക്ക് കാണാം. ഒരുപാട് വിശേഷം പറയാനുണ്ട്. തൻ്റെ റൂം നമ്പർ എത്രയാ? ഫ്രെഡി ചോദിച്ചു. 103. ഓക്കെ, ഞാൻ ഫ്രീ ആകുമ്പോൾ വരാൻ. താൻ ഫ്രഷ് ആക്. കമല റൂമിലേക്ക് ചെന്ന് ലഗേജ് ഒതുക്കി വെച്ചു ബെഡിലേക്ക് വീണു. അല്പനേരം കിടന്ന ശേഷം എഴുന്നേറ്റ് ഫ്രഷായി റിസപ്ഷനിൽ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്തു. മസാല ദോശയും കോഫിയും കഴിച്ചു കഴിഞ്ഞ് റൂം ലോക്ക് ചെയ്ത് റിസപ്ഷനിൽ വന്ന് ഒരു ടാക്സി അറേഞ്ച് ചെയ്തു. ഷോപ്പിങ്ങിനും മറ്റുമായി ഒന്ന് കറങ്ങി. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡും കഴിച്ച് വൈകുന്നേരം റൂമിലേക്ക് തിരികെ എത്തി. റൂമിലെത്തിയ പാടെ കുളിച്ച് ഫ്രഷായി വീട്ടിലേക്ക് വിളിച്ച് അച്ഛനോടും അമ്മയോടും അല്പനേരം സംസാരിച്ചു. സൗത്ത് പാർക്കിൽ ഹോട്ടലിൽ തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മീറ്റിംഗ്. ഏകദേശം 250ഓളം കമ്പനികളിൽ നിന്നുള്ള മാനേജിംഗ് ഡയറക്ടർമാർ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഹോട്ടലിൽ ഒരുക്കിയിട്ടുണ്ട്. 3 ദിവസത്തെ മീറ്റിംഗ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതൽ നീളാനും സാധ്യതയുണ്ടെന്നാണ് ഇന്നറിയാൻ കഴിഞ്ഞത്. ഫസ്റ്റ് മീറ്റിംഗ് നാളെയാണ് സ്റ്റാർട്ടാകുന്നത്. അതിനുവേണ്ടിയുള്ള ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷനിലാണ് കമല. പ്രിപ്പയർ ചെയ്ത് വച്ചിരിക്കുന്ന പ്രോജക്റ്റ് എടുത്ത് ഒന്നുകൂടി വിശകലനം ചെയ്തു. പ്രസൻറ്റേഷൻ ഗുഡായിരിക്കുന്നതിന് വേണ്ട മുൻകരുതലുകളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണയും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ അവൾക്ക് നല്ലവണ്ണമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഓരോ തവണയും പുതിയ പുതിയ അനുഭവങ്ങളാണ്. തലേ ദിവസമേ അലാറം സെറ്റ് ചെയ്തിരുന്നു. അതിനനുസരിച്ച് എഴുന്നേറ്റ ഉടനെ വാഷ്റൂമിൽ പോയി വന്ന് പതിവ് പോലെ യോഗ ചെയ്തു. എവിടെ പോയാലും അത് മുടക്കാറില്ല. കൃത്യസമയത്ത് തന്നെ ഒരുങ്ങിയിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കോൺഫറൻസ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ മുമ്പ് കണ്ടുപരിചിതമായ ചില മുഖങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ലാപ്പടങ്ങിയ ബാഗ് സൂക്ഷ്മമായി വെച്ച് തൻ്റെ ഇരിപ്പിടത്തിൽ സ്ഥാനമുറപ്പിച്ചു. 7ാമതായിട്ടായിരുന്നു തനിക്ക് പ്രസൻറ്റേഷൻ ചെയ്യുവാനുള്ള അവസരം. ഭംഗിയായി തന്നെ തൻ്റെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു. കൂടെയുണ്ടായിരുന്ന പലരും തന്നെ അഭിനന്ദിച്ചു. ലഞ്ചും കഴിഞ്ഞാണ് പിരിഞ്ഞത്. ഹൈദരാബാദുകാരി മറിയാമ്മ ഇതിനു മുമ്പ് പലതവണ വന്നപ്പോൾ പരിചയപ്പെട്ട കുട്ടിയാണ്. ഇന്ന് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് അവളെ വീണ്ടും കാണുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ഡിന്നർ അവളോടൊപ്പമായിരുന്നു. അല്ലറ ചില്ലറ ഷോപ്പിങ്ങുകൾക്ക് വേണ്ടി അവൾക്ക് കമ്പനി കൊടുത്തു. എല്ലാം കഴിഞ്ഞ് തിരികെ റൂമിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ലേറ്റായി. ഫ്രഷായി നേരത്തെ കയറി കിടന്നു. ഞാൻ കുറച്ച് നാൾ അവളുടെ പിന്നാലെയായിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ അവൾ അന്നൊന്നും എനിക്ക് പിടിതന്നില്ല. ആത്മാർത്ഥ സുഹൃത്തും ഫ്രെഡിയുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂടി നിൽക്കുന്ന ജാക്സന്റെ കൂടെയാണ് ഫ്രെഡി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ എത്തിയത്. അവൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. കയ്യിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് അപ്പോൾ ചുണ്ടോട് ചേർക്കുന്നുണ്ട്. ബെഡിൽ എഴുന്നേറ്റിരുന്ന് സിഗരറ്റ് ആഞ്ഞു വലിച്ചു. +1 പഠിക്കുമ്പോൾ തന്നെ ആ സ്കൂളിലെ മുഴുവൻ ചെക്കന്മാരുടെയും ആരാധനാ കഥാപാത്രമായിരുന്നു ഇവൾ. അന്നൊക്കെ ഇവൾക്ക് എന്തൊരു ജാടയായിരുന്നു. കുറ്റം പറയാൻ പറ്റില്ല. അത്രമാത്രം ഭംഗിയായിരുന്നു അവളെ കാണാൻ. മുട്ടോളം എത്തുന്ന സ്കർട്ടുമിട്ട് മുടി പോണിടയിലും കെട്ടി ടൈറ്റായ ഷർട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ ആലോചിക്കുമ്പോൾ തന്നെ അവൾ നടന്നു വരുന്നത് കാണുന്നത് തന്നെ ഒരു ഭംഗിയാണ്. എന്നാൽ അവൾ നമ്മളെ ഒന്നും കണ്ട ഭാവം പോലും കാണിക്കില്ല. ഏത് നേരം നോക്കിയാലും കൂടെ കാണാം ബാല് പോലെ 3-4 പെൺപിള്ളേർ. +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അവളും നമ്മളെപ്പോലെ ഒരു ബിസിനസ് സാമ്രാജ്യമൊക്കെ പടുത്തുയർത്തിയെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അവളെ കണ്ട്. എന്തായാലും അവളുടെ മുന്നിൽ ഞാൻ മാക്സിമം നല്ല വെള്ള ചമഞ്ഞ് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. നീയൊക്കെ വൈകുന്നേരം എപ്പോഴാണ് ഇവിടേക്ക് വരുന്നത്? അതറിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാൻ. ഫ്രെഡി ജാക്സനെ നോക്കി. അവന്മാർ കൂടി വന്നാലേ പരിപാടി ഉഷാറാവൂ. ഫ്രെഡി ബെഡിലേക്ക് വീണു. അവൾ ആകെ മാറിപ്പോയി. എന്തൊരു സ്ട്രക്ചറാണ്. ആറ്റം ചരക്കാണ്. ചുണ്ട് പ്രത്യേക രീതിയിൽ നുണഞ്ഞുകൊണ്ട് ഫ്രെഡി കിടന്നു. അവൻ കാണിക്കുന്ന ആക്ഷനുകളെല്ലാം നോക്കി ജാക്സന് മറുപുറം കിടന്നു. ഡോറിൽ മുട്ടുകേട്ട് കമല ഉണർന്നു നോക്കുമ്പോൾ സമയം 11 മണി കഴിഞ്ഞു. ഇത്രയും നേരം ഉറങ്ങിപ്പോയോ? അവൾ മുഖം വാഷ് ചെയ്ത് ടവൽ വെച്ച് മുഖം അമർത്തി തുടച്ചു. ഇടത്തു തോളിൽ ടവൽ അലസമായിട്ട് ഡോർ ഓപ്പൺ ചെയ്തു. മുന്നിൽ നിൽക്കുന്ന ഫ്രെഡിയെ കണ്ടു. ആഹാ, താൻ ഉറക്കമായിരുന്നോ?
അതിനുള്ള മറുപടി എന്നവണ്ണം അവൾ റൂമിലെ ക്ലോക്കിലേക്ക് നോക്കി. ഫ്രെഡി, മണി ഇപ്പോൾ 11 നേരം പാതിരാത്രി. താനെന്താ ഈ സമയത്ത്? ഞാൻ പുറത്തു പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. അപ്പോഴാണ് ഓർത്തത് കമല ഇവിടെയുള്ള കാര്യം. പിന്നെ എന്തായാലും തന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. സംസാരിച്ചുകൊണ്ട് തന്നെ ഫ്രെഡി മുറിക്കുള്ളിലേക്ക് കയറി. നമ്മളിപ്പോൾ തമ്മിൽ കണ്ടിട്ട് ഏകദേശം 5 വർഷവുമാവും അല്ലേ കമല? തന്നെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യത്തിൽ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിപ്പോയി. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ആ +2 പഠിച്ച പൊട്ടിപ്പെണ്ണിൽ നിന്നും നീ ഒരുപാട് മാറിപ്പോയി. നിന്നെ കാണുമ്പോൾ അറിയാതെ ഞാൻ പഴയ ഫ്രെഡിയാകും. പറഞ്ഞുകൊണ്ട് ഫ്രെഡി ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് കമലയെ കടന്നു പിടിച്ചു. ഫ്രെഡി എന്തൊക്കെയായി കാണിക്കുന്നത്? എന്നെ വിടാൻ പറഞ്ഞുകൊണ്ട് കമല ഫ്രെഡിയുടെ കയ്യിൽ കിടന്ന് കുതറി. ഈ ഫ്രെഡി ഒരുപാട് മോഹിച്ചതാ നിന്നെ. പണ്ടൊരിക്കൽ നടക്കില്ലെന്ന് കരുതി ഞാൻ മനസ്സിൽ തന്നെ കുഴിച്ചുമൂടിയ സ്വപ്നം. പക്ഷെ ഇപ്പോൾ ദൈവം അത് എൻ്റെ കൈക്കുമ്പിളിൽ കൊണ്ടുതരുമ്പോൾ ഞാനത് തട്ടിത്തെറപ്പിക്കില്ല. ചവിട്ടും കുത്തും ഒന്നുമില്ലാതെ നീ സഹകരിച്ചാൽ നമുക്ക് 2 പേർക്കും എൻജോയ് ചെയ്യാം. അതല്ല ശീലാവധി ചമഞ്ഞ് സീൻ ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ കൈക്കരുത്തിലൂടെ എനിക്ക് നേടിയെടുക്കേണ്ടി വരും പല. ഉടുമ്പിനെ പോലെയുള്ള ഫ്രെഡിയുടെ പിടിയിൽ നിന്നും കുതറി മാറാൻ കമല ആവുന്നതും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ പിടിവലിക്കിടയിൽ എപ്പോഴോ കയ്യിൽ തടഞ്ഞ എന്തോ വലിച്ചെടുത്ത് കമല ഫ്രെഡിയുടെ തലയിലേക്ക് വീശി. പെട്ടെന്ന് കിട്ടിയ അടിയിൽ ഫ്രെഡിയുടെ കൈ അയഞ്ഞു. അവൻ നിലവിളിയോടെ അവളുടെ ശരീരത്തിൽ നിന്നും അത്രയും നേരം മതിയായിരുന്നു അവനെ തള്ളി ബെഡിലേക്കിട്ട് കമലയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ. മുറിയിൽ നിന്നും പുറത്തേക്ക് ചാടി ഇറങ്ങിയ കമല വേച്ച് മുഖമിടിച്ചു വീണു. ചുണ്ടുപൊട്ടി ചോര വാർന്നു. അവിടെ നിന്നും എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ചെഴുന്നേറ്റ് അവൾ അടുത്ത് കാണുന്ന മുറിയുടെ ഡോർ ലോക്ക് ചെയ്തപ്പോൾ അത് അകത്തു നിന്നും പൂട്ടിയിരിക്കുന്നു. അടുത്തടുത്തുള്ള 1-2 മുറികളിൽ അവൾ ചെന്ന് തട്ടി വിളിച്ചു നോക്കിയെങ്കിലും അവളെ സഹായിക്കാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ അടുത്ത് കാണുന്ന ഒരു മുറിയിലെ ഡോറിലേക്ക് അവൾ ശക്തിയായി തട്ടിയതും അത് തുറന്നൊരാൾ പുറത്തേക്ക് വന്നു. കാര്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പേ തന്നെ കമല ബോധം മറഞ്ഞ് അയാളുടെ മേലേക്ക് വീണു. അവളെയും താങ്ങി നിന്നയാൾ ആദ്യം ഒന്ന് ഞെട്ടി. എന്ത് ചെയ്യണമെന്ന് അയാൾക്കും അറിയില്ലായിരുന്നു. പുറത്തേക്ക് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അയാൾ അവളെ അകത്തേക്ക് കൊണ്ടുപോയി ഡോർ ലോക്ക് ചെയ്തു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്തേക്ക് ഒരാൾ മാറി നിന്നത് അയാൾ കണ്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവളെ സഹായിക്കണമോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു കണ്ടു നിന്ന ആൾ. അപ്പോഴാണ് അടികൊണ്ട് ചോര ഒലിപ്പിച്ച ഒരാൾ ഓരോ റൂമിന് മുന്നിലും വന്ന് തിരയുന്നത് പോലെ കണ്ടത്. ഇപ്പോൾ കാര്യത്തിൻ്റെ ഏകദേശം ഒരു പിടികിട്ടിയതുകൊണ്ട് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ആ പെൺകുട്ടി ഓടിക്കയറിയ മുറിയിൽ നിന്നും ഒരുപോലെ ശബ്ദം പുറത്തേക്ക് വന്നത്. ഏകദേശം ഒരേ സമയത്താണ് അടികിട്ടിയ ആളും ഞാനും മറ്റേ റൂമിൻ്റെ മുന്നിലേക്ക് ഓടിയെത്തുന്നത്. മുറിവിൽ നിന്നും വാർന്നൊഴുകുന്ന ചോര കണ്ണുകളെ മറച്ചത് കാരണം അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച അയാളുടെ തലയിലും കാര്യമായ എന്തോ ഒന്ന് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയെയാണ്. കൂടുതൽ സമയം അവളെ അവിടെ നിർത്തുന്നത് പന്തിയല്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. എൻ്റെ നേർക്കും ആ ഫ്ലവർ വേസ് ഉയർന്നു വന്നതും ഞാനത് പിടിച്ചു വാങ്ങി നിലത്തേക്ക് എറിഞ്ഞു. അപ്പോഴേക്കും എൻ്റെ പിന്നാലെ വന്നയാൾ അകത്തേക്ക് വന്നു. അയാളെ കണ്ടപാടെ അവളുടെ മുഖം മാറി. എവിടേക്കാടി നീ എന്നിൽ നിന്നും ഓടി അകലാൻ നോക്കുന്നത്? ഇപ്പോൾ അയാളുടെ നെറ്റിയിലെ മുറിവിൽ എന്തോ ഒരു തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. രംഗം പന്തിയല്ല എന്ന് കണ്ട് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. വാ, നിന്നെ ഞാൻ റിസപ്ഷനിലേക്ക് കൊണ്ടുപോയി വിടാം. അവളുടെ കൈയും പിടിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അങ്ങനെ മിടുക്കനായാലോ? അവളുടെ കാര്യം നോക്കാൻ ഞങ്ങൾ ഇവിടെ 2-3 ചേട്ടന്മാരുണ്ട്. സാറ് തൽക്കാലം സാറിൻ്റെ കാര്യം നോക്കി പോകാൻ നോക്ക്, ഫ്രെഡി പ്രത്യേക താളത്തിൽ പറഞ്ഞു. അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും? ഈ പെങ്കൊച്ചിനെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചിട്ട് പോകാം, അതല്ലേ അതിൻ്റെ ന്യായം? അയ്യോ ചേട്ടനെ ആ ന്യായം എഴുതിയ ബുക്ക് അങ്ങ് മടക്കി വെച്ചോളൂ. ഇവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഫ്രെഡിയുടെ സുഹൃത്തുക്കളുടെ ഒരാൾ പറഞ്ഞു. അതിന് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, തൽക്കാലം ഞാൻ ഇവളെ റിസപ്ഷനിലാക്കിയേക്കാം, ബാക്കി അവർ നോക്കിക്കൊള്ളും. പക്ഷെ ഫ്രെഡിയും കൂട്ടരും പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. കൂട്ടത്തിൽ ഒരുവൻ കമലയെ വലിച്ചു പിടിച്ചപ്പോൾ അവളുടെ നൈറ്റ് ഡ്രസ്സിൻ്റെ കൈ പറഞ്ഞു മാറി. ഡാ, ഒരലർച്ചയോടെ അയാൾ മറ്റവൻ്റെ കൈ പിന്നിലേക്ക് പിടിച്ച് തിരിച്ചൊടിച്ചു. പൊരിഞ്ഞ സംഘടനമായിരുന്നു. റിസപ്ഷനിൽ നിന്ന് ആരോ പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചു. പോലീസുകാർ എത്തും മുമ്പേ തന്നെ ഒരു സംഘം ഫോട്ടോഗ്രാഫർമാർ ഹോട്ടലിലേക്ക് എത്തി. അവർ പെൺകുട്ടിയെയും ഫ്രെഡിയുടെ ഗ്യാങ്ങിൻ്റെയും ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ കൈകൾ കൊണ്ട് മുഖം മറച്ച് വിതുമ്പുന്ന കമലയെ കണ്ടു. അയാൾ അവൾക്കരികിലേക്ക് ചെന്ന് മുഖം മറച്ചിരുന്ന കൈയെടുത്തു മാറ്റി. അത് തന്നെ തക്കമെന്നവണ്ണം ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ഫോട്ടോഗ്രാഫറിൻ്റെ ക്യാമറ വാങ്ങി നിലത്തടിച്ചു പൊട്ടിച്ചു. ഡോ, താൻ എന്ത് തോന്നിയാസമാ കാണിക്കുന്നേ? തന്നോട് ആര് പറഞ്ഞു എൻ്റെ ക്യാമറ നിലത്തെറിഞ്ഞു പൊട്ടിക്കാൻ? തോന്നിയാസം കാണിച്ചാൽ തൻ്റെ ക്യാമറയല്ല തലയടിച്ച് ഞാൻ പൊട്ടിക്കും. നിന്റെ അമ്മയോ പെങ്ങളോ ആയിരുന്നു ഈ അവസ്ഥയിലെങ്കിൽ ഫോട്ടോ എടുക്കുമായിരുന്നോ?
വീട്ടിലിരിക്കുന്നവരെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർമാർ എല്ലാവരും സംഘം ചേർന്ന് അയാൾക്ക് നേരെ തിരിഞ്ഞു. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാതെ വാർത്തകൾ വളച്ചൊടിച്ച് എക്സ്ക്ലൂസീവ് ഒപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഒരുത്തൻ്റെ പോലും ക്യാമറ നേരെ ചൊവ്വ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകില്ല. ഇതൊക്കെ പറഞ്ഞു പേടിപ്പിക്കാൻ താൻ ആരാ? തേജസ് വർമ്മ. എന്താ അറിയുമോ? നിങ്ങൾക്കറിയാൻ പാടില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർമാർക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്കാണ്. ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ് ഈ പെൺകുട്ടി. അവളുടെ മുറിയിൽ കടന്നു കയറി അവളെ ആക്രമിക്കാൻ ശ്രമിച്ചവന്മാരാണ് ഇവരൊക്കെ. ഈ സംഭവത്തിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് എക്സ്ക്ലൂസീവ് എന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു ചാനലിൽ വന്നാൽ പിന്നെ ആ ചാനൽ ബാക്കി ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് പോലും ഈ പെൺകുട്ടിയുടെ പേര് പരാമർശിക്കാൻ പാടില്ല. സീനിയർ റിപ്പോർട്ടർമാർക്ക് തേജസിൻ്റെ നന്നായിട്ട് അറിയാം സ്വഭാവം. അതുകൊണ്ട് തന്നെ അവർ മൗനം പാലിക്കും. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ചെന്നിടപെടുന്ന ആളല്ല തേജസ് വർമ്മ. ന്യായമായ കാര്യത്തിനാണെങ്കിൽ അത് ജയിക്കാൻ എവിടെ വരെ വേണമെങ്കിലും പോകും. അന്ന് കണ്ട മുഖമാണ്, അതിങ്ങനെ മനസ്സിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. രണ്ടുപേരും മനസ്സിലായിട്ടും അറിയാത്തതുപോലെ നല്ലവണ്ണം അഭിനയിച്ചു. തേജ് കമലയെ നോക്കി, പഠിച്ച കള്ളിയാണ്. എന്തായാലും നീ എവിടെ വരെ പോകുമെന്ന് നോക്കാം. രാവിലെ തേജ് ഉണരുമ്പോഴേക്കും എന്തോ ഭാരം ഇടുപ്പിന് താഴേക്ക്. അവൻ വേഗത്തിൽ ഇരുകൈയും കുത്തി എഴുന്നേറ്റിരുന്ന് നോക്കുമ്പോൾ ഒളിമ്പിക്സിൽ ഓടാൻ കിടക്കുന്നത് പോലെ ഒരു കാലവൻ്റെ ഇടുപ്പിൽ കയറ്റി വെച്ചിരിക്കുന്നു കമല. അവൻ വേഗത്തിൽ അവളുടെ കാലെടുത്ത് മാറ്റി. പില്ലോയൊക്കെ നടുവിൽ വെച്ച് കിടക്കുന്നത് കണ്ടാൽ തോന്നും ആ ബോർഡർ കടക്കില്ലെന്ന്. ഇതിപ്പോൾ അതിക്രമിച്ച് കയറി കഴിഞ്ഞു. അവളെ ഞാൻ ചുരുട്ടി കൂട്ടി മുറ്റത്തെറിയും. കിടക്കുന്നത് കാണുമ്പോൾ ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. പക്ഷേ സാധനത്തിന് മുടിഞ്ഞ ജാടയാണ്. നിന്നെ ഞാനങ്ങനെ വിട്ടുകളയില്ലടി. നിന്റെ മുനയൊടിച്ച് അടിയറവ് പറയിക്കും. ഇല്ലെങ്കിൽ തേജസ്സിന് നീ ഇങ്ങനെ വിളിച്ചോ. കൈ ഞൊടിച്ചുകൊണ്ട് നിലത്തേക്ക് കാൽ കുത്തിയതും പെർഫ്യൂമിൻ്റെ ബോട്ടിൽ മറിഞ്ഞ് നിലത്ത് കിടക്കുന്നത് കണ്ടില്ല. അതിൽ ചവിട്ടി പിന്നിലേക്ക് മറിഞ്ഞു. കമലയുടെ പുറത്തേക്ക്. അമ്മേ, അയ്യോ! നിലവിളിയോടെ അവളൊന്ന് പിടഞ്ഞു. എഴുന്നേൽക്കടാ ദുഷ്ട, എന്നെ കൊല്ലാൻ നോക്കുന്നോ? തേജു വേഗം അവളുടെ പുറത്തുനിന്നും എഴുന്നേറ്റു. സോറി, ഞാൻ ബോട്ടിലിൽ വഴുക്കി വീണതാണ്. എന്തോന്ന് വിഴുങ്ങി? കമല വായ പൊളിച്ചു. ഒന്നും വിഴുങ്ങിയില്ല, ഞാൻ ബോട്ടിലിൽ ചവിട്ടി വീണുപോയതാണ്. അതെങ്ങനെ കൃത്യം എൻ്റെ പുറത്ത് തന്നെ വീണു? ഇത് താൻ മനഃപൂർവ്വം ചെയ്തതല്ലേ? കമല വലിയ വായിൽ നിലവിളിച്ചു. തേജു അവളുടെ വായ പൊതിഞ്ഞു പിടിച്ചു. അറിയാതെ പറ്റിപ്പോയതായതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത്. വീണ്ടും എന്തിനാ നിലവിളിക്കുന്നത്? തേജു പൊതിഞ്ഞു പിടിച്ച കൈയെടുത്ത് മാറ്റി. അത് നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തതാ. നല്ല ടെസ്റ്റിംഗ് ആയിപ്പോയി. പിന്നെ പേടിയൊന്നുമില്ല, അങ്ങനെ കരുതുകയും വേണ്ട. അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് വാഷ്റൂമിൽ കയറി. താഴെ നിന്ന് എന്തോ ബഹളം കേൾക്കുന്നത് കേട്ട് കമല റൂമിൽ നിന്നും തല പുറത്തേക്ക് എത്തിച്ചു. ഇതെന്താ ഇത്രയും ബഹളം? തേജു ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ പാമ്പ് മാളത്തിൽ നിന്ന് തല പുറത്തേക്കിട്ട് നോക്കുന്നത് പോലെ കമല നോക്കുന്നത് കണ്ടു. ഇവളിത് ആരെയാണ് ഇങ്ങനെ നോക്കുന്നത്? അവളുടെ പിന്നിൽ ചെന്ന് നിന്ന് തേജും എത്തി നോക്കി. പെട്ടെന്നാണ് എന്തോ ഒരു സാധനം ഉരുണ്ട് വന്ന് കമലയുടെ പുറത്തേക്ക് ഇടിച്ചത്. അകത്തേക്ക് വീണു. കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ കമല തിരിഞ്ഞു നോക്കുമ്പോൾ ബെഡിൽ തേജിൻ്റെ പുറത്ത് കിടക്കുന്ന ഒരു പെൺകുട്ടി. വലിഞ്ഞു മുറുകിയ മുഖവുമായി കമല മുറിയിലേക്ക് വന്ന് തേജുവിൻ്റെ പുറത്ത് കിടക്കുന്ന ആ പെൺകുട്ടിയെ വലിച്ചെഴുന്നേൽപ്പിച്ചു മാറ്റി നിർത്തി കവിളിലൊന്ന് പൊട്ടിച്ചു. ഇങ്ങനെയാണോ ഒരു റൂമിലേക്ക് കയറി വരുന്നത്? ഇത്രയ്ക്ക് മാനേഴ്സ് ഇല്ലാത്ത നീ ആരാ? തേജ് പെട്ടെന്ന് കമലയെ മാറ്റി നിർത്തി. നിന്നോട് ആരാ പറഞ്ഞത് അവളെ തല്ലാൻ? ഇതെൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തേജ് അങ്ങനെ പറഞ്ഞപ്പോൾ കമലയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. ഈ റൂമിൽ എപ്പോൾ വേണമെങ്കിലും കയറി വരാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വന്നു കയറിയ നിന്നോട് ഇതെല്ലാം പറയേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്നറിയാതെ ഇവളുടെ മേൽ കൈവച്ചതിന് നിന്റെ കരണം അടിച്ചു പൊട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ആ പെൺകുട്ടിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തേജ് താഴേക്ക് ഇറങ്ങിപ്പോയി. ഡോർ വലിച്ചടച്ചുകൊണ്ട് കമല ബെഡിലേക്കിരുന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ ആരാണെന്ന് ചോദിച്ച തേജുവിൻ്റെ മുഖം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ ആരുമല്ലായിരിക്കും. അവൾ ബെഡിലേക്ക് വീണു. സോറി ഉമ, അവൾ ചെയ്ത തെറ്റിന് ഞാൻ തന്നോട് ക്ഷമ ചോദിക്കുന്നു. ഉമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തേജു അവളോട് പറഞ്ഞു. അവൾക്ക് തന്നെ അറിയില്ല നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴവും. ഇവിടെയുള്ള മറ്റുള്ളവർക്കറിയാവുന്നതുപോലെ അവർക്കറിയില്ല. അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. ഓ, ഇറ്റ്സ് ഓക്കെ മാൻ, ഞാനത് അപ്പോഴേ കളഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. ഇന്ന് തിരികെ ജോയിൻ ചെയ്യണം ജോലിക്ക്. കമലയെ വിശദമായി ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇൻട്രൊഡക്ഷൻ തന്നെ പൊളിഞ്ഞുപോയ സ്ഥിതിക്ക് അടുത്ത തവണ വരുമ്പോഴാകട്ടെ. ഇനി എന്തായാലും യാത്ര പറയുന്നില്ല. അച്ചമ്മയോടും അമ്മയോടും യാത്ര പറഞ്ഞ് ഉമ കാറുമായി പുറത്തേക്ക് പോയി. തേജു മുറിയിൽ ചെല്ലുമ്പോൾ കമല കിടക്കുന്നു. അവനൊന്നും മിണ്ടാതെ വാഷ്റൂമിൽ പോയി തിരികെ വന്നു. അപ്പോഴും കമല അതേ കിടപ്പ്. തേജു ഡ്രസ്സ് മാറി ഓഫീസിൽ പോകാൻ റെഡിയായി വരുമ്പോഴും അവൾ ആ കിടപ്പ് തുടർന്നു. അഹങ്കാരം കൊണ്ട് കിടക്കുന്നതല്ലേ, അവിടെ കിടക്കട്ടെ.
ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. തേജ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതും കൂടി ആയപ്പോൾ കമലയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉച്ചവരെ കമല റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. അവളെ അന്വേഷിച്ച് ആരും മുകളിലേക്ക് വരാത്തതും അവൾക്ക് സങ്കടത്തിലായി. ഇന്നെന്താ അമ്മേ, മോളെ ഇങ്ങോട്ട് കണ്ടതേയില്ലല്ലോ, മാലതി പറഞ്ഞു. ഞാനും ഓർത്തു കുഞ്ഞിനെ കണ്ടതേയില്ലല്ലോ എന്ന്. നീ ഒന്ന് പോയി നോക്കു മാലതി, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. കഴിക്കാൻ നേരത്തെ അവളെ കണ്ടില്ല. കൃത്യസമയത്ത് കഴിക്കുന്ന സ്വഭാവമില്ലാത്തത് കൊണ്ടാണ് അമ്മേ ഞാൻ വിളിക്കാത്തത്. ഇന്നലെയും വിശന്നപ്പോഴാണ് താഴേക്ക് ഇറങ്ങി വന്നത്. അതുപോലെ ഇന്നും വരുമെന്ന് കരുതി ഞാനൊന്ന് പോയി നോക്കണമായിരുന്നു, അല്ലേ അമ്മേ? സാരമില്ല, നീ ഇപ്പോഴൊന്ന് പോയി നോക്കിയാൽ മതി. റൂം തുറന്ന് മാലതി അകത്തേക്ക് കയറുമ്പോൾ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട് നിൽക്കുകയാണ് കമല. കണ്ണ് രണ്ടും പൂട്ടിയിരിക്കുന്നു. മാലതി അടുത്തേക്ക് ചെന്നിരുന്നത് പോലും കമല അറിഞ്ഞില്ല. അവൾ പതിയെ കമലയുടെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചു. കമല കണ്ണ് പതുക്കെ വലിച്ചു തുറന്ന് ഹെഡ്സെറ്റ് ഊരി മാറ്റി. അമ്മ എന്തിനാ ഈ വയ്യാത്ത കാലും വെച്ച് മുകളിലേക്ക് കയറി വന്നത്? ഇന്നെന്തേ താഴേക്ക് കണ്ടതേ ഇല്ലല്ലോ മോളെ? വിശക്കുന്നില്ലേ? നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അച്ഛമ്മ എത്ര നേരമായി അന്വേഷിക്കുന്നു കുട്ടിയെ കണ്ടില്ല എന്ന്. വിശപ്പ് തോന്നിയില്ലമ്മേ, അതുകൊണ്ടാണ് താഴേക്ക് വരാത്തത്. അപ്പോൾ വായിൽ വന്നൊരു കള്ളം കമല പറഞ്ഞു. എന്നാലും പറ്റില്ല, ഇപ്പോൾ തന്നെ മണി എത്രയായെന്നറിയാമോ? വന്നേ, എന്തെങ്കിലും കഴിക്കാം നമുക്ക്. അവരുടെ സ്നേഹത്തോടെയുള്ള നിർബന്ധം കൂടിയായപ്പോൾ കമലയ്ക്ക് താഴേക്ക് ചെല്ലാതിരിക്കാൻ കഴിഞ്ഞില്ല. അമ്മ അന്വേഷിച്ച ആൾ വന്നിട്ടുണ്ട്, മാലതി പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോയി. എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നേ? ആരാ അച്ചമ്മേ ഇന്ന് രാവിലെ വന്ന പെൺകുട്ടി? ഉമാ മഹേശ്വരി, അതാണ് അവളുടെ പേര്. ആ കുട്ടി പറഞ്ഞു വരുമ്പോൾ തേജുവിൻ്റെ മുറപ്പെണ്ണായിട്ട് വരും. കമലയുടെ മനസ്സിൽ വെള്ളടി വീണു. മുറപ്പെണ്ണോ? കണ്ണ് മിഴിഞ്ഞുപോയി. അത് കണ്ട രേണുകയുടെ മുഖത്ത് വിരിഞ്ഞ ചിരി കമല കണ്ടു. മുത്തശ്ശി എന്നെ കളിയാക്കുകയാണോ? വീർപ്പിച്ച മുഖവുമായി കമല ചോദിച്ചു. ഞാൻ എന്തിനാ മോളെ നിന്നെ കളിയാക്കുന്നത്? ഞാൻ പറഞ്ഞത് കാര്യമാണ്. ഉമ തേജുവിൻ്റെ മുറപ്പെണ്ണായി വരും. കമല അച്ചമ്മയുടെ റൂമിൽ നിന്നിറങ്ങി പുറത്താകെ ഒന്ന് ചുറ്റു നോക്കി. മോള് ആരെയാ നോക്കുന്നേ? മാലതി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഞാൻ ആ കുട്ടിയെ ഉമ നോക്കുകയായിരുന്നു. ഉമമോള് പോയി. നിങ്ങളുടെ വിവാഹത്തിന് വന്നതാണ്. അവളുടെ ലീവ് കഴിഞ്ഞു. രാവിലെ യാത്ര പറയാൻ വന്നതാണ്. കമല കണ്ണു തള്ളി നിന്നു. മോശമായി പോയി. എന്താണ് ഏതാണെന്നൊന്ന് ചിന്തിക്കാതെയുള്ള പ്രവൃത്തി. മോള് വന്ന് ആഹാരം കഴിക്കൂ. ഇന്നൊന്നും കഴിച്ചില്ലല്ലോ. കുറച്ചു മുന്നേ തേജു വിളിച്ചിരുന്നു. മോൾ കഴിച്ചില്ലേ എന്ന് ചോദിച്ചു. എന്താ രണ്ടാളും കൂടി പിണങ്ങിയോ? ഇല്ലമ്മേ. അതെന്തു ചോദ്യമാ മാലതി നീ ചോദിക്കുന്നേ? ഇണങ്ങിയെങ്കിലല്ലേ പിണങ്ങൂ. കണ്ണിൽ നോക്കിയാൽ രണ്ടും കീരിയും പാമ്പുമല്ലേ. ഇന്നെന്തോ കാര്യമായ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതാണ് തേജ 3-4 തവണയായി വിളിക്കുന്നു. എന്താ പ്രശ്നം നിങ്ങൾക്കിടയിൽ? ഏയ് ഒന്നുമില്ല അച്ചമ്മേ. കമല നിന്ന് താളം ചവിട്ടി. പിന്നെ ഞാനത് വിശ്വസിച്ചു. രേണുക കളിയാക്കി. കളിയാക്കലും കാര്യം പറച്ചിലുമൊക്കെ പിന്നെ വല്ലതും വന്ന് കഴിക്കാൻ നോക്ക്. ശരിക്കും എനിക്ക് വിശപ്പില്ലമ്മേ. അതൊന്നും പറ്റില്ല, എന്തെങ്കിലും കഴിക്കണം. അച്ചമ്മയും അമ്മയും നിർബന്ധിച്ച് അവളെ കഴിക്കാനിരുത്തി. ചോറും അവിയലും രസവും പപ്പടവും അച്ചാറും. എനിക്കിതൊക്കെ ഇഷ്ടമാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? ഞാൻ ശോഭനയോട് ചോദിച്ചു. മോളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി. ഇനി മോളും കൂടി ഇഷ്ടം നോക്കണ്ടേ? സ്നേഹത്തോടെ മാലതി അവളുടെ നെറുകയിൽ തലോടി. അമ്മ എനിക്ക് ഈ ചോറ് വാരിത്തരുമോ? കമല ചോറ് വിളമ്പിയ പ്ലേറ്റ് കയ്യിലെടുത്ത് മാലതിയുടെ നേർക്ക് നീട്ടി. പിന്നെന്താ, അമ്മ വാരിത്തരാം. അവർ പ്ലേറ്റ് കയ്യിൽ വാങ്ങി ചോറും കറികളും കുഴച്ച് ചെറിയ ഉരുളകളാക്കി വായിൽ വെച്ച് കൊടുത്തു. രാവിലെ ഉമയോട് അവൾ ചെയ്ത പ്രവൃത്തി കണ്ട് ദേഷ്യത്തിൽ ഇറങ്ങി വന്നതാണ്. അതിനുശേഷം വിളിച്ചപ്പോൾ എല്ലാം അവൾ താഴേക്ക് വന്നില്ലെന്ന് അമ്മ പറഞ്ഞു. കേട്ടപ്പോൾ മനസ്സിലായി ഒന്നും കഴിച്ചു കാണില്ലെന്ന്. അതുകൊണ്ടാണ് നടന്നത് അച്ചമ്മയോട് പറഞ്ഞത്. ഓഫീസിലിരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. എന്തായാലും ഒന്ന് വീട്ടിൽ പോയി തല കാണിച്ചിട്ട് വരാമെന്ന് കരുതിയാണ് ഇറങ്ങിയത്. കാറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്ന് നിന്നു. ഉമ്മറത്തൊന്നും ആരെയും കാണാതെ അകത്തേക്ക് കയറി തേജു. ഡൈനിങ്ങിലിരുന്ന് കമലയെ ചോറ് വാരി ഊട്ടുന്ന അമ്മ. അച്ചമ്മ ആ കാഴ്ച കണ്ട് സന്തോഷിക്കുന്നു. ചോറ് ആസ്വദിച്ച് കഴിക്കുന്ന കമല. ഇത്രയും മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ച ഇവിടേക്ക് വരാതിരുന്നെങ്കിൽ, മിസ് ചെയ്തിരുന്നെങ്കിൽ. അവൻ മൊബൈൽ ക്യാമറ ഓണാക്കി ആ മനോഹരമായ ദൃശ്യം പകർത്തി. ഭക്ഷണം കഴിച്ച് 3 പേരും എഴുന്നേറ്റ് പോയതും തേജു അകത്തേക്ക് വന്നു. ഇന്നെന്താ നീ നേരത്തെ? ഒരു ക്ലയൻറ്റുമായി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇങ്ങ് പോന്നു. ഇട്ടിരുന്ന ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു മാറ്റി അവൻ സെറ്റിയിലേക്ക് കിടന്നു. എന്താടാ ക്ഷീണം? നീ ഒന്നും കഴിച്ചില്ലേ? കഴിച്ചമ്മേ, എനിക്കൊന്ന് കിടക്കണം. ഞാനും ഒന്ന് കിടക്കട്ടെ. ഉച്ചയുറക്കം പതിവാണ്. മാലതി റൂമിലേക്ക് പോയതും തേജു മുറിയിലേക്ക് ചെന്നു. ഡോർ ചാരിയിരുന്നു. അവൻ പതിയെ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ വാഷ്റൂമിലാണ് കമലയെന്ന് മനസ്സിലായി. വേഷം മാറി ബെഡിലേക്ക് വീണു. കമല ഫ്രഷായി വരുമ്പോൾ തേജു നല്ല ഉറക്കത്തിലാണ്. അവൾ ബെഡിൻ്റെ മറുവശത്തായി കിടന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. തേജസ് വർമ്മ. പെട്ടെന്ന് മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ടതും കമല കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. തേജു കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കർ ഓണാക്കി മൊബൈൽ എടുത്ത് റൂമിനോട് ചേർന്ന് സിറ്റൗട്ടിൽ ഇറങ്ങി. കമല ഇടം കണ്ടിട്ട് എല്ലാം നോക്കി കണ്ടു. ഹലോ സാർ. എന്താ ടീന? അല്ല, മീറ്റിംഗ് കഴിഞ്ഞ് സാർ ഓഫീസിലെത്തിയില്ല.
അതുകൊണ്ട് വിളിച്ചതാണ്. എനിക്ക് പ്രോഗ്രാമിൽ ചെറിയൊരു ചേഞ്ച് വന്നു. അല്ല സാർ, ഓഫീസിൽ വന്നില്ല. ടീനയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യരുതെന്ന്. അതിനല്ല ഞാൻ നിനക്ക് ശമ്പളം തരുന്നത്. മൊബൈൽ ഓഫാക്കി തിരികെ ബെഡിലേക്ക് ഇരുന്നു. ഇങ്ങനെയൊരു ഉറക്കപ്രാന്തി. തേജു റൂമിന് പുറത്തിറങ്ങി. ഓഹോ, അപ്പോൾ ഓഫീസിൽ ആരാധികമാരൊക്കെ ഉണ്ടല്ലേ. അവളാരാ? ടീന. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. കുറച്ചു നേരം കൂടി കിടന്നതിന് ശേഷം നേരെ താഴേക്ക് ചെന്നു. എല്ലാവരും ചായ കുടിക്കുന്നത് കണ്ട് ക്ലോക്കിൽ നോക്കുമ്പോൾ മണി 4 സമയം ഇത്രയായോ? മോളിരുന്നേ, അമ്മ ചായ എടുക്കാം. കമല ഇരുന്നതും അച്ചമ്മ അവളുടെ നേർക്ക് പഴംപൊരിയുടെ പ്ലേറ്റ് നീട്ടി വെച്ചു. അവൾ അതിൽ നിന്നും ഒന്നെടുത്ത് ആസ്വദിച്ചു കഴിച്ചു. രുചിയോടെയുള്ള പെണ്ണിന്റെ കഴിപ്പ് കണ്ട് തേജു ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. എന്നാൽ കമല ഇതൊന്നും കാണാതെ കഴിക്കുന്ന തിരക്കിലാണ്. അല്ല, വിവാഹം കഴിഞ്ഞ് 1 മാസമായി നിങ്ങൾ പുറത്തേക്കൊന്നും പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. എന്നും ഇങ്ങനെ ബിസിനസിന്റെ പുറകെ പോയാൽ മതിയോ? ഇരുവരും മുഖത്തോട് മുഖം നോക്കി അച്ചമ്മ പറയുന്നത് കേട്ട് അച്ചമ്മ അതും കൃത്യമായി കണ്ടു. മുഖത്തോട് മുഖം നോക്കാതെ നിങ്ങളായിട്ട് പറയുന്നത് കരുതിയാണ് ഇത്രയും ദിവസം മിണ്ടാതിരുന്നത്. ഇനിയത് പറ്റില്ല. എവിടെയാണ് പോകേണ്ടതെന്ന് പ്ലാൻ ചെയ്തോ? അച്ചമ്മേ, ഈ മാസം ഞാൻ ഫുൾ എൻഗേജ്ഡ് ആണ്. എനിക്ക് ഏകദേശം 1 മാസം ഞാൻ കാണില്ല. ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്. ഞാനും ഓഡിറ്റർ ശരണും പിന്നെ ടീനയും മുകുന്ദനും ജോർജ്, ശ്രദ്ധ, മാധവേട്ടൻ, ലീന, അംബിക, 1-2 കമ്പനിയായി ടൈപ്പ്. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ എളുപ്പമായല്ലോ. മോളെ കൂടി കൂട്ടിയാൽ പോരെ? മാലതി അഭിപ്രായം പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല. ഇത് ബിസിനസ് മീറ്റ് ആണ്, അല്ലാതെ ഹണിമൂൺ അല്ല. പോരാത്തതിന് കമലയ്ക്ക് ഇതിൽ താല്പര്യം കാണില്ല. തേജു കമലയെ നോക്കി. ആണോ മോളെ, നിനക്ക് താല്പര്യമില്ലേ? അച്ചമ്മയുടെ ചോദ്യം അവളുടെ നേർക്കായി. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടക്കുറവൊന്നുമില്ല. അവളുടെ മറുപടി കേട്ടല്ലോ. അവൾക്ക് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് പോകാനുള്ള വഴി നോക്ക് രണ്ടാളും. അയ്യടാ, കുറെ പെണ്ണുങ്ങളെയും കൊണ്ട് ബിസിനസ് ട്രിപ്പ് കാണിച്ചു തരാം.